ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് പങ്കെടുക്കണമെന്ന വിവാദ നിർദ്ദേശവുമായി മലബാർ ദേവസ്വം ബോർഡ്. ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും യാത്ര, ഭക്ഷണം മുതലായ ചെലവുകൾ അതാത് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തരവ് പുറത്തിറങ്ങിയതോടെ മലബാർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 3000-ഓളം പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. പരിപാടിയിലേക്ക് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇതിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത മലബാർ ദേവസ്വം ബോർഡിന് കത്ത് നൽകുകയും ചെയ്തു. തുടർന്നാണ് ക്ഷേത്രം ട്രസ്റ്റിമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, ക്ഷേത്രം ജീവനക്കാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ പങ്കെടുപ്പിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും യാത്ര, ഭക്ഷണം മുതലായ ചെലവുകൾ അതത് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിനായി പോകുന്ന വാഹനങ്ങളുടെ ചെലവും ക്ഷേത്ര ഫണ്ടിൽ നിന്ന് എടുക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നും വഹിക്കുമെന്നും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാസർഗോഡ്, കോഴിക്കോട്, തലശ്ശേരി, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ഡിവിഷനുകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് കൈമാറി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.